നെക്സ്റ്റ് ഹാക്ക് നമ്മള് ഐസ് ചോക്കോ ക്രീം ബാർ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പിറ്റ് എടുക്കുകയാണ്, അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം, അതിനുശേഷം ഐസ്ക്രീം ഇടാണ്, അതിനുശേഷം ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു അടിപൊളി എന്താ നമ്മൾ പറഞ്ഞ ഐസ് ചോക്കോ ക്രീം ബാറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇവര് പ്രത്യേക മൗൾഡിലൊക്കെ ഉണ്ടാക്കണത്, നമ്മൾ നമ്മുടെ ഉള്ള മൗൾഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്തായാലും നമ്മുടെ പേരിട്ടുണ്ടായിരുന്ന ഐസ് ചോക്കോ ക്രീം പേര്. നമ്മൾ തോന്നിയ പേരിടുമ്പോഴേ നമ്മള് പേര് ഓർത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മളിട്ട പേര് ഐസ് ചോക്കോ ക്രീം, ഐസ് ചോക്കോ ക്രീം എന്തോ ഞാൻ പറഞ്ഞുപോയി. നിങ്ങൾക്ക് ആ പേര് ഓർമ്മയുണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ പേര് നമ്മൾ ചില പേരുകളൊക്കെ ഉണ്ടാക്കിയ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയ പേരാണ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ പോപ്പിന്റെ ഉള്ള ചോക്ലേറ്റ് ഇട്ട് അതിന്റെ മുകളിൽ ഐസ്ക്രീം ഇട്ട് കട്ട് ചെയ്തതിന് ശേഷം എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ നമ്മുടെ ഡിമോൾഡ് ചെയ്തില്ലേ, ഡിമോൾഡ് ചെയ്യാൻ തന്നെയല്ലേ പറയാം, മോൾഡിൽ നിന്ന് അത് എടുത്തു കഴിഞ്ഞപ്പോ എന്തുണ്ടായി, ഐസ്ക്രീം ഒക്കെ ഇങ്ങോട്ട് ഒലിച്ച് ഈ ഒരു കോലായി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറിട്ടാ. നമുക്ക് ഐസ്ക്രീം ചോക്കോ എങ്ങനെയുണ്ട് നോക്കാം. യമ്മി. നമ്മള് ഐസ്ക്രീമിൽ ഇത്തിരി ഡയറി മിൽക്ക് ആയിരുന്നത്. ഡയറി മിൽക്ക് ഇട്ടിട്ട് തിന്നാലും പൊടിച്ചിട്ട് തിന്നാലും ഇത്തിരി ടേസ്റ്റിന്. പിന്നെ പോപ്പിട്ടുണ്ടെങ്കിൽ നമ്മൾ പോപ്പിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോപ്പിറ്റിൽ വെച്ചിട്ട് അവർ പിന്നെ ഹാക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. ഇത് ഐസ്ക്രീം ആയ കാരണം പറയുമ്പോൾ ഇത്ര നേരം ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടാണ്. എന്നിട്ട് അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോ അത് അലിഞ്ഞു പോയി, വേഗം അലിഞ്ഞു പോകും. അത് ഞാൻ ആ മൗൾഡിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷം ഈ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇതൊരു സക്സസ്ഫുൾ ആക്കിയാണ്. നമ്മൾ 10 ഒരു 8 മാർക്ക് കൊടുക്കുക. അത് തന്നെ ഞാൻ ശശി പോയി ഇത് എടുത്തു കഴിഞ്ഞപ്പോ സത്യം പറയുന്നത് ഫുഡ് ഹാക്സ് ഭയങ്കര ഇഷ്ടമല്ല. സംഗീതം കൊണ്ടേ ഞാൻ തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അപ്പൊ എന്താ, അപ്പം നല്ല അടിപൊളി മൗൾഡൊക്കെ ആണെങ്കിൽ ആ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ട് അറിയില്ല. ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഞെക്കി കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുള്ളവരൊക്കെ ട്രൈ ചെയ്തോക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.